ഈ ട്രെയിനിൻ്റെ ഡ്രൈവറൊക്കെ സമ്മതിക്കണം. ഇത്രയും ആളും കൊണ്ടല്ലേ പോകുന്നത്. മാത്രം അയാൾക്ക് ലൈസൻസ് കിട്ടി ചിന്തിച്ച് നോക്കിയാൽ ഈ ട്രെയിൻ കൊണ്ട് 8 വരച്ചിട്ട് വേണ്ട ലൈസൻസ് കിട്ടാൻ. വക്കീലേക്കോട്ടാ? വക്കീലല്ലോ TTR. TTR അല്ല, ഈ TTR TTR എന്നുള്ളതല്ല, TTR കേട്ടാ. ട്രെയിനിലൊക്കെ ടിക്കറ്റ് നോക്കുന്ന ആളാണ്. ഞാൻ ഇന്നലെ ലോട്ടറി എടുത്തന്നെ. നോക്കാം. ലോട്ടറി ടിക്കറ്റ് നോക്കുന്ന ആളല്ല, ട്രെയിനിലെ ടിക്കറ്റ്. നല്ല ടിക്കറ്റ് എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കണം. ഇത് എൻ്റെ സീറ്റല്ല. എന്റെ സീറ്റല്ല, അതെനിക്കറിയില്ലേ. എന്റെ സീറ്റ് വീട്ടിലല്ലേ, ഇത് നിങ്ങളുടെ സീറ്റല്ലേ. അതല്ല പറഞ്ഞത്, തൻ്റെ സീറ്റ് ഇത് 46 അല്ല, തൻ്റെ അപ്പുറം 64 കേട്ടോ. ഓ, ഈ സീറ്റ് നമ്പറാ? ഞാൻ വെച്ച് വയസ്സ് എഴുതി വെച്ചു. വയസ്സല്ല, 64. അതെ അതെ. ഇത് തിരിച്ചിടാൻ പറ്റും? ഇങ്ങോട്ട് കാറ് ഇല്ല. തിരിച്ചിട്ടാലേ ഇവിടെ കയറുന്ന ആൾ എന്നെ തിരിച്ചു. അവിടെ താനേ അപ്പുറം പോയിരുന്നു കേട്ടോ. അല്ല, ഇവിടെ ഇരിക്കാൻ ഒരു രക്ഷയില്ല. ഇല്ല, രക്ഷയില്ല. ഇതൊക്കെ നടക്കുമോ? ഇവിടെയൊക്കെ ആള് കയറി വരുള്ളൂ. താൻ അപ്പുറം അങ്ങ് പോയിരുന്നു. 64. ഇത് എന്നതാണോ ഇത്? ഇതിന്റെ മൂലയൊക്കെ ഒരുമാതിരി ചുളുങ്ങി ഇടിഞ്ഞിരിക്കുന്നില്ല. രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കല്ലേ സാറേ? രൂപയുടെ മൂലയല്ലേ ഇടിഞ്ഞുള്ളൂ. രൂപയുടെ മൂല ഒന്നും ഇടിഞ്ഞില്ലല്ലോ. എന്നാ വേറെ എടുത്തോണ്ടോ. ചുമ്മാ കീറിയ നോട്ട്, മൂലയൊക്കെ ചക്കി ചുളുങ്ങിയ നോട്ട്. ഒന്നും ഓർത്തില്ല. ഇല്ലില്ല. നേരത്തെ തന്നാ പോരെ. നിൽക്കുന്നോ ഭയങ്കര ചൂടൊക്കെ ആയിട്ട്. ഇവരുടെ ടിക്കറ്റ് കൂലി കൂട്ടിയില്ല സാറേ. ഇനി ആരാ ഉഷ്ണിക്കാത്ത? അതിനെ കൂട്ടാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതെന്താ നോക്കുന്നത്? അല്ല, മറ്റേ ഈ കമ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു പെണ്ണുങ്ങൾ പോലും വരുന്നില്ല. ചരക്ക് കൂലി കൂട്ടും ഓർമ്മിക്കണേ. അമല അല്ലേ? അതെ അതെ. ഹരിക്കുട്ടൻ. അതെ. കോടകൈ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സീരിയലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? അതെ. വീട്ടിലൊക്കെ ഭയങ്കര ഫാൻസ് ആണ് നിങ്ങൾക്ക്. എങ്ങോട്ടാ ഇപ്പം? നമ്മൾ തിരിച്ചറിഞ്ഞു തോന്നുന്നു. ആ ടിക്കറ്റിന്റെ കാര്യം ചോദിച്ചാൽ എങ്ങോട്ടാണ്? ഞങ്ങളിപ്പോ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്താ ഷൂട്ടിങ്ങിന് പോകണോ അതോ വല്ല? അല്ല, ഞങ്ങളിപ്പോ അവിടെയാണ് കല്യാണം കഴിഞ്ഞാൽ അവിടെ സെറ്റിൽഡ് ആണ്. വീട് കണ്ണൂരാണ്. വീട്ടിൽ പോയിട്ട് പോകുന്ന പോക്കാം. അപ്പൊ രണ്ടുപേരും ഇപ്പം ട്രിവാൻഡ്രത്ത് സെറ്റിൽ? അതെ അതെ. ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്കേ. അപ്പൊ നമ്മള് ജനറലിൽ എടുത്തിട്ടാ കയറിയിരിക്കുന്നത്. AC-ലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് കിട്ടിയ ഉപകാരമായിരുന്നു. അമല താമസിക്കുന്നത്? എന്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂരാണല്ലേ? ഇപ്പൊ രണ്ടുപേരും അവിടെ തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഇരിക്കണം. തൃശ്ശൂർ കഴിഞ്ഞിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തേരാം. ഇവിടെ ഇരിക്കണോണ്ട് വല്ല കുഴപ്പമില്ല. ഇവിടെ വേറെ ആരെങ്കിലും? ഇല്ല, ഇനിയിപ്പോൾ നമ്മൾ വേറെ ആരും ഇരുത്തില്ലല്ലോ. തൽക്കാലം തൃശ്ശൂർ വരെ നിങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കേട്ടോ. എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചു, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. എന്തായാലും ശരിക്കും ഈ ലോകത്ത് നടക്കാത്തൊരു വലിയ സംഭവമാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. എന്ത്? ട്രെയിനിൽ വന്നതോ? അതല്ല, കല്യാണം. അല്ല, കല്യാണം നടക്കും. ഞാൻ അതാ ഉദ്ദേശിച്ചത്. സാധാരണ ഒരു നായകൻ നായികയാണ് കല്യാണം കഴിക്കുന്നത്. ഇത് ഒരു നായിക അതേ സീരിയലിൽ തന്നെ വില്ലനെ കല്യാണം കഴിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും നടക്കാത്തൊരു സംഭവമാണ്. ആക്ച്വലി നായിക വില്ലനല്ല കല്യാണം കഴിച്ചത്, വില്ലൻ നായികയാണ് കല്യാണം കഴിച്ചത്. വില്ലൻ നായികയാണ്. ഈ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രേമം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ പെട്ടെന്നുള്ള പ്രേമമായിരുന്നോ അതോ ഒരു വർഷം മുമ്പുള്ള പ്രേമമാണോ അതോ എങ്ങനെയാണ്? പ്രേമൊന്നും അല്ല, ഞങ്ങള് ഇപ്പൊ പരിചയപ്പെട്ടിട്ട് തന്നെ 1 കൊല്ലമായിട്ടുള്ളൂ. 1 കൊല്ലം ആയിട്ടുള്ളൂ. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെയാണ് 1 കൊല്ലം തികഞ്ഞത്. അത് ശരി. എങ്ങനെയാണ് ആ പ്രേമത്തിലേക്കുള്ള ഒരു പോക്ക്? എന്തായിരുന്നു? അഭിനയം കണ്ടിട്ടാണോ പ്രേമത്തിൽ? അയ്യോ, അഭിനയം കണ്ടു കഴിഞ്ഞ ഒരു പ്രേമം ഒരു പെൺകുട്ടിക്ക് അല്ല, അഭിനയം മോശമായതുകൊണ്ടല്ല. അത് ഞങ്ങൾ തമ്മിലുള്ള ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ രണ്ടുപേരിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന സീനാണ്. ബീൻ ആന്റണി, അത് ഇങ്ങയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. വന്നിട്ട് പറഞ്ഞു, ഇതാണ് ഇവിടെ നിന്ന് വന്ന ആള് അമ്മു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇങ്ങയുടെ ഒരു നോട്ടമുണ്ട്, അടി തൊട്ട് മുടി വരെ. പുച്ഛമൊന്നുമല്ല, അത് വേറെ രൂപം, അത് പറയാൻ പറ്റില്ല. ക്യാരക്ടർ അങ്ങനെയുണ്ട്. വഷളൻ അതന്നെ, ഒരു പെണ്ണുപിടിയൻ, വെരി സിമ്പിൾ. അപ്പം അത് കണ്ടിട്ട് ആ ഷോട്ട് കട്ട് ചെയ്ത വഴിക്ക് ഞാൻ ഡയറക്ടറോട് പോയി പറഞ്ഞു, എവിടെ നിന്ന് കിട്ടി, എന്ത് മനുഷ്യനാണ് എന്റെ ദൈവം, നോട്ടം കാണുമ്പോൾ ഇങ്ങനെ ഏത് പെൺകുട്ടിക്കായാലും ഒന്ന് ചൂളിപ്പോവും. ശേഷം ആ സീരിയലിൽ തന്നെ ഞാൻ പലവട്ടം ഇവിടെ അമലയെ റേപ്പ് ചെയ്യാൻ വേണ്ടി ഹരീഷ് നോക്കുന്നുണ്ട്.
അപ്പം 2-3 പ്രാവശ്യം റേപ്പ് ചെയ്യാൻ നോക്കി, നടന്നില്ല. ഒരു പ്രാവശ്യം ഫ്ലവർ ബേസ് കൊണ്ട് തലക്കടി കൊണ്ടു. പിന്നെ ഒരു പ്രാവശ്യം ബ്ലേഡ് വെച്ച് കീറാൻ നോക്കി. അപ്പം അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട്. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചതാണ് അവളെ കെട്ടിയിട്ട് ഇറങ്ങുന്നത്. കണ്ടോ, അതെന്തായാലും ഒരു വളരെ ഒരു സന്തോഷമുള്ള ന്യൂസാണ്. കാര്യം റേപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു നടിയെ വില്ലൻ കല്യാണം കഴിച്ചു. സത്യം. അതും ആദ്യത്തെ സംഭവമായിരിക്കും. അത് ഈ ശരിക്കും ഹരിക്കുട്ടനെ ഏതോ പാട്ടൊക്കെ പാടുമായിരുന്നതോ, അതോ പാട്ട് കേൾപ്പിച്ചല്ലോ ആണോ ഇടയ്ക്ക്? അത് നമ്മള് ഒരേ ടേസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഉച്ചത്തിൽ മൊബൈലിൽ ഇങ്ങനെ പാട്ടിങ്ങനെ വെക്കാറുണ്ടായിരുന്നു. ഒരേ വേറെ നായികമാർ വല്ലതും ഉണ്ടായിരുന്ന സീരിയൽ, അതോ ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം? അതിലൊരു നായിക മാത്രമേ ഉണ്ടായിരുന്നു. അതെ. അപ്പം അല്ല, ഇവിടെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, ഞാൻ കേട്ടോണ്ടിരുന്ന പാട്ട്. അതെ, ഞാൻ കേട്ടോണ്ടിരുന്ന പാട്ട് നോക്കുമ്പോൾ എല്ലാവരും 2 പേർക്കും ഒരേ ഇഷ്ടത്തിലുള്ള പാട്ടുകൾ തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ വാട്സപ്പ് ഒക്കെ ആയി, മെസ്സേജ് ഒക്കെ ആയി, അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നമ്മൾ. ശരിക്കും പറഞ്ഞാൽ പാട്ട് കേൾപ്പിച്ചാണ് അമലെ പാട്ടിലാക്കിയത്. നമ്മളെ കല്യാണം കഴിപ്പിച്ച ഇൻഡസ്ട്രിയാണ് എന്ന് പറയാം. പാട്ടിലാക്കിയതൊന്നുമല്ല, നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു നമ്മള്. പലതും പറഞ്ഞു. ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഈ പ്രേമം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് തുറന്ന് പറയാനുള്ള മടിയുണ്ടല്ലോ അല്ലേ? ചിലപ്പം ഒരു മാസമൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുക്കും. അപ്പോൾ സീരിയൽ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരു സീരിയൽ ഇങ്ങനെ കുറച്ച് എപ്പിസോഡുകൾ ഇങ്ങനെ പോകുമല്ലോ, ഒരു വർഷമൊക്കെ പോകുമല്ലോ. ഈ പ്രേമം തുറന്ന് പറയാനും അത്രയും താമസം എടുത്തോ അതോ പെട്ടെന്ന് തന്നെ പറഞ്ഞു? ഇല്ല, അത് ഒരു ഘട്ടത്തിൽ നമുക്ക് പരസ്പരം സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ലൊക്കേഷനിൽ. എന്താണ് അപ്പൊ ഈ ഗോസിപ്പ് കൊണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമ്മൾ സംസാരിച്ചിട്ട് ഇനി ആൾക്കാരെ കൊണ്ട് അതും പറയിക്കണ്ട, സംസാരിക്കണ്ട, അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് അപ്പൊ സീരിയൽ ക്ലോസപ്പ് അല്ല, ഗോസിപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ സീരിയലിലെ കഥാപാത്രം പോലെയാണോ? എപ്പോഴും കരച്ചിലാണോ? എപ്പോഴും സങ്കടമാണോ? വീട്ടിലൊക്കെ എങ്ങനെയാണ്? അമലെ പോലെ പാവൊന്നുമില്ല, നല്ലതായിട്ട് സംസാരിക്കും. തന്നെ നമ്മളൊരു പരിചയമില്ല, നമ്മളിപ്പോ കണ്ടല്ലേ ഉള്ളൂ, ഇത്രയും സംസാരിക്കുന്നില്ല. നമ്മൾ സംസാരിച്ച വെറുതെ സംസാരിച്ച ആൾക്കാരെ ഭ്രാന്താന്ന് പറയും. നമ്മൾ സ്നേഹിച്ച് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ആദ്യം പണ്ട് സിനിമയിലെ കാണുന്ന പോലെ നായകൻ നായിക ഇങ്ങനെ പരസ്പരം നോക്കിയിരുന്ന് കടങ്കഥ പറയും ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഈ കഥകളൊക്കെ പഴങ്കഥയായി മാറും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വരവിൽ കൂടുതൽ ചിലവാക്കി നമ്മൾ ആൾക്കാരുടെ നിന്ന് കടമൊക്കെ മേടിച്ച് ഒരു നല്ല ആവശ്യമായിട്ട് നടന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ആൾക്കാർ നമ്മൾ കടം മേടിച്ചെന്ന് പറഞ്ഞ് പല കഥകളും പറഞ്ഞു നടക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകളിൽ ഇപ്പോഴും ശരിക്കും പ്രേമമുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ശരിക്കും കണ്ണി നോക്കിയിരിക്കുക. ഞാൻ ഈ മൊബൈലിൽ പാട്ടിട്ട് വരും, പക്ഷേ കണ്ണ് ഒരു സമയം പോലും അടയ്ക്കാനോ ചിരിക്കാനോ പറ്റില്ല. എങ്കിൽ ഞാൻ ഈ ടിക്കറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി തരും. ടിക്കറ്റ് വേണേൽ മതി, എനിക്ക് വലിയ നിർബന്ധമില്ല. ഞാൻ ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പറ്റുമോ? റെഡിയാണ്. ഞാൻ ഈ മൊബൈലിൽ ഇപ്പോൾ പാട്ട് വെച്ചത്. ടിക്കറ്റ് ഞാൻ റെഡിയാക്കി തരാം, ഫ്രീ ആയിട്ട് റെഡിയാക്കി തരാം. ഓക്കെ ഓക്കെ, റെഡി. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം, മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ഞാൻ എന്തായാലും ടിക്കറ്റ് ഫ്രീ ആക്കി തരും. ഡെഫിനറ്റ് എനിക്ക് 5 പൈസ വേണ്ട. പക്ഷേ ഈ അല്ല, ഇതിലത്തെ കോമഡി ഞങ്ങൾ ഇത്രയും നേരം കണ്ണും നോക്കിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാ. പ്രേമിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. അല്ല, സത്യം. കാരണം പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ കൂടെയുള്ള ആക്ടർ വേറെ ആളായിരിക്കും. അപ്പൊ അവരുടെ കൂടെ ചിലപ്പോൾ ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, കണ്ണി നോക്കിയിരിക്കലുണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഈ ശത്രുക്കളായിട്ട് അഭിനയിച്ചുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ആരും ഒരുമിച്ച് ഇന്റർവ്യൂസിനൊന്നും വിളിക്കില്ല. ക്രോസിംഗ് ആണ്, ട്രെയിൻ ക്രോസിംഗ് ആണ്. ട്രെയിനുണ്ടാ എന്ത് ക്രോസിംഗ്? അതല്ല ട്രെയിൻ, നമ്മുടെ ട്രെയിൻ ഒരു പാളത്തിൽ കൂടെ പോകില്ലേ, വേറൊരു ട്രെയിൻ അതേ പാളത്തിൽ കൂടെ വരുമ്പോൾ നമ്മൾ ആ ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി ഇവിടെ കിടക്കുന്നത് അത് ക്രോസിംഗ്. അത് ശരിയാവില്ല. എന്ത്? അത് അഹംഭാവല്ലേ? എന്ത്? നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ വേറൊരു ട്രെയിൻ വരുമ്പോൾ നമ്മളതിനെ മാറിക്കൊടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല. അതല്ല, നമ്മളിപ്പോ ആ ട്രെയിൻ പോകാൻ വേണ്ടി ഇവിടെ കിടക്കുന്നത്. ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകും. അപ്പൊ നമ്മളെ ട്രെയിനല്ല, നമ്മളെ ട്രെയിനാ. അങ്ങ് പോകണം, ഒറ്റ പോക്കങ്ങ് പോകണം. ഇയാൾ എന്താ പറഞ്ഞിടോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിനെന്താ നമ്മൾ ബേക്കിലല്ലേ ഉള്ളത്? അത് ശരി, ചാടി രക്ഷപ്പെടാലോ. താൻ പോയി, താൻ അപ്പുറം എങ്ങനെ പോയിരിക്കും. ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. സെലിബ്രിറ്റീസാ താൻ ചുമ്മാ. ഈ
ഇപ്പൊ ഇയാളെ കൂടിയാ? എന്തായിട്ടേ പറയണ? അല്ല മറ്റേ ഒരു മുടിയില്ലാത്ത ആളല്ലേ? എന്റെ ദൈവം, എന്റെ ചേട്ടാ, അത് സീരിയലല്ലേ, കുടുംബം കളിക്കാനല്ല. എടോ അത് സീരിയലിലെ നായകൻ, ഇതാണ് യഥാർത്ഥത്തിൽ ഇതാണ് എന്റെ നമ്മുടെ നായകൻ. കല്യാണം കഴിഞ്ഞാ? എന്നിട്ട് നമ്മളൊന്നും വിളിച്ചിട്ടില്ലല്ലോ. അത് ശരി. നമുക്ക് ടി വി കാണുന്നവരെ മുഴുവൻ വിളിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റില് സീരിയൽ കഴിഞ്ഞാൽ പറഞ്ഞാ പോരെ കല്യാണത്തിന് എല്ലാരും വരണമെന്ന്. അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ വരും ഇതിനകത്ത്? പിന്നെ അതിനൊന്നും ചെലവൊന്നുമില്ലല്ലോ. തനിക്ക് ചെലവില്ലായിരിക്കും, പക്ഷെ ഇവർക്ക് ഭയങ്കര ചെലവായി. വിളിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഓ ഇയാളെ വർത്താനം കേട്ടാ വിചാരിക്കും കംപ്ലീറ്റ് ചെലവ് ഇയാളതാണ്. താൻ പോയി അപ്പുറം അങ്ങനെ പോയിരുന്നു, പോയി ചുമ്മാ ആവശ്യമില്ലാതെ. വിട്ടല്ലോ, വിട്ടു. അല്ല ഈ അമലേന്റെ പേരെന്നാ? അമലയുടെ പേര് അമല എന്നല്ലാതെ പിന്നെ വേറെന്താണോ? അമലേന്റെ പേരുണ്ടാവില്ലേ? ഒറിജിനൽ പേരാണ് വരദ നേട്ട. അതൊരു സ്ഥലത്തിന്റെ പേരില്ലേ? വടകര? വടകരല്ല, വരദ. വരദ. ഈ മഴക്കാലത്തിന് ശേഷമോ മഴവിൽ മനോരമയിൽ പുതിയൊരു സീരിയൽ വന്നിട്ടുണ്ടല്ലേ? ആ പനിയെത്തി. എന്റെ ചേട്ടാ അത് പനിയെത്തി അല്ല, അനിയത്തി. ഞാൻ വിചാരിച്ചു പനിയില്ലാത്ത ഒരു മരുവള, പനിയുള്ള അമ്മായിമ്മ പീഡിപ്പിക്കുന്ന എന്തോ വന്നു. പനിയെത്തി അല്ലേ? അല്ല അനിയത്തി, അനിയത്തി. അനിയത്തി കമ്പിയെ പിടിച്ചു വെക്കോ, അല്ല വീടെത്തുകയല്ല. ഭയങ്കര കൺഫ്യൂഷൻ. ആദ്യമായിട്ട് കയറിയ ട്രെയിൻ. സോറി കേട്ടോ, ഒന്നും തോന്നില്ല. ഓക്കെ, അമ്മായിയമ്മ എന്ന് പറയാം. നമ്മൾ ഈ സീരിയലിലേക്ക് കാണുന്ന അമ്മായിയമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രം ഭയങ്കര നമുക്ക് രക്ഷയില്ല. കാര്യം ഒരു മരുമകളെ എങ്ങനെ പുറത്ത് ചാടിക്കാം എന്ന് ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അമ്മായിയമ്മ. സ്വന്തം ജീവിതത്തിൽ അമ്മായിയമ്മ എങ്ങനെയുണ്ട്? വെറുതെ പാവം അമ്മയാ. അമ്മയെ പറ്റി ഞാൻ പറയാൻ പാടില്ലല്ലോ. ശരിയാ. അല്ല, ഞാൻ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു ഫാമിലിയും പിന്നെ കണ്ണൂരാ സ്ഥലം എന്നൊക്കെ പറയുമ്പോ ബോംബേറൊക്കെ ആണല്ലോ നമ്മള് ആദ്യം കണ്ണൂർ എന്ന് പറയുമ്പോൾ എല്ലാരും ബോംബ് എടുത്ത് നടക്കുമല്ലേ. അത് നമ്മൾ കേൾക്കുമ്പോ പുറമേ ഉള്ളവരൊക്കെ അങ്ങനെയാ. ഇപ്പൊ വീട്ടിൽ വന്നപ്പോ മനസ്സിലായല്ലോ. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നപ്പോഴാണ് ഇത്രയും പാവം പിടിച്ച അമ്മ അച്ഛനും. ശരിക്കും ഞാൻ ബ്ലെസ്ഡ് ആണ് ആ കാര്യത്തിലൊക്കെ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ അമ്മായിമ്മ എന്നല്ല, അമ്മ വാങ്ങിച്ചു തന്നതാണ്. അമ്മയാണ് ഈ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇടുന്നത്. അമ്മായിയമ്മയുടെ ഒരു കഥ തന്നെ ഉണ്ട്. കാര്യം ഒരു അമ്മായിയമ്മ ഒരു ഭയങ്കര വില്ലത്തിരി അമ്മായിയമ്മ. അത് ജീവിതത്തിൽ നടന്നൊരു കഥയാണ്, ഒരാൾ പറഞ്ഞൊരു കഥയാണ്. ഈ അമ്മായിയമ്മ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക, അടക്കിന് കൊണ്ടുപോകുക. അപ്പോൾ ഫ്രണ്ടിൽ ഒരു പട്ടിയുടെ തുടലിൽ കഴിഞ്ഞിട്ട് പട്ടിയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു ഇതെന്ത് പറ്റി? അല്ല അമ്മായിയമ്മ, എൻ്റെ അമ്മായിയമ്മ മരിച്ചു പോയത്. എന്ത് പറ്റി? അല്ല ഈ പട്ടി കടിച്ചിട്ടാണ് മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഓടി വന്ന ആൾ പറഞ്ഞു, ഊഹ് എൻ്റെ അമ്മായിയമ്മ ഒരു രക്ഷയില്ല, ഈ പട്ടി ഒന്ന് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഘോഷയാത്ര, ഈ ഘോഷയാത്ര ഇതിന്റെ പുറകിലുണ്ട്. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്തു, ഇതിന്റെ ബാക്കിലോട്ട് വന്നു. ഇത് ഘോഷയാത്ര അല്ല, എന്നെ ഈ പട്ടിയെ ചോദിച്ച് വന്നവരാണ്. ഇത്രയും ചാൻസ് കഴിഞ്ഞിട്ട് തനിക്ക് പട്ടി ശവറങ്ങനെ വന്നവരല്ല, ഈ പട്ടിയുടെ ചാൻസ് ചോദിച്ച് വന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല, അമ്മ എങ്ങനെയാണോ എൻ്റെ മമ്മി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ ബഹളമൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പോൾ രാവിലെ എഴുന്നേറ്റില്ല, ഇപ്പോൾ സീരിയൽ പോലല്ലോ, നമ്മൾ രാവിലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കണം, എല്ലാവർക്കും വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കണം അല്ലേ? അങ്ങനെ പക്ഷെ അമ്മ അങ്ങനെയല്ല, നമ്മളുടെ ഒരു കാര്യത്തിന് അങ്ങനെ നിർബന്ധിക്കില്ല. ഒന്നാമത് എനിക്ക് വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല, അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അത് കാര്യം നമ്മുടെ ഹരിക്കുട്ടനെ കാണുമ്പോൾ അറിയാം, അന്നത്തേക്ക് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതാണ് പുള്ളി വണ്ണം വെച്ചു, ഞാൻ ക്ഷീണിച്ചു പോയി. ആണ് പുള്ളി പുറത്തുനിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ? ഇല്ല ആക്ച്വലി ഞാൻ പ്യൂർ വെജ് ആണ്, ഇവള് പ്യൂർ നോൺ വെജ് ആണ്. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു കസ്റ്റം പ്രകാരം നമ്മൾ ജനിച്ച്, ഞാൻ ഇന്നവരെ മുട്ട പോലും കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. അത് ശരി. നോൺ വെജ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും ലൈഫിൽ ഞാൻ വെജാണ്. പ്രേക്ഷകരെ കിടക്കുന്ന വില്ലനാണ്. അതെ, പക്ഷെ മുട്ട പോലും നമ്മൾ കഴിക്കുന്ന ഇത് ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ വരദ ഈ ഹരിക്കുട്ടന്റെ ക്യാരക്ടർ തന്നെ ഇപ്പൊ മാറിക്കളഞ്ഞു. കാര്യം ഹരിക്കുട്ടനെ കാണുന്ന ഒരു വില്ലൻ പോലെയാണ്. വരുമ്പോഴേ മറ്റേ ലെൻസൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നത്, ലെൻസ് ഉപയോഗിക്കുക. ലെൻസ് അപ്പോൾ വന്നപ്പോൾ എനിക്ക് ലെൻസ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു ഇയാൾ ഇത്ര ക്രൂരനാണോ നേരിട്ട് കാണാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലെൻസ് ഒന്നും ഇല്ല. അയ്യോ, എല്ലാവരുടെയും ചോദ്യം അതായിരുന്നു. ഞാൻ എൻ്റെ കല്യാണമാണ്, നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ഇൻവൈറ്റ് ചെയ്യുമ്പോഴൊക്കെ പറയുമല്ലോ ആരെ കല്യാണം കഴിക്കുന്നത്, നമ്മുടെ സീരിയലിൽ തന്നെ വില്ലനാണ്. ആര്? ഹരീഷിനോ? എന്റെ കൊച്ചെന്തിന്റെ ജീവിതം പാഴായി പോയി. ഫേസ്ബുക്കിൽ പല കമന്റ്സും ഇവനാണ് ഇവളെ കെട്ടിയത്, നിർത്തൂ അമല നിർത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഭയങ്കര പ്രശ്നം. ആൾക്കാർക്കാണ് മൊത്തം പ്രശ്നമൊക്കെ. അധികം മിക്കവാറും ആൾക്കാരും എന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ട് ഓക്കെ നല്ല ഡിസിഷൻ. ഓക്കെ, നമ്മൾ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഹ്യൂമർ സിനിമകൾ ഇഷ്ടമാണോ അതോ സീരിയസ് സിനിമകൾ ഇഷ്ടമാണോ അതോ എല്ലാ ടൈപ്പ് സിനിമകൾ ഇഷ്ടമാണോ? എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ എപ്പോഴും മായാതെ നിൽക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട ചില സീനുകളുണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്താണ് പറയാൻ പറ്റും? കുറേ സീനുകളുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഈ അറ്റ്മോസ്ഫിയർ, നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ അല്ലേ ഇരിക്കുന്നത്, ഞാൻ ചോദിച്ചു വന്നത് ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ. നമ്പർ 20 മദ്രാസ് മെയിൽ. അതിലൊരു സോങ്, അതിനകത്തുള്ള സീൻസ് ഒക്കെ നല്ല രസം. അതിലേത് സീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീനാണ്?
ടോണിക്കുട്ടൻ. ടോണിക്കുട്ട. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു യാത്രയാണ്, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ മേടിക്കാതെയാണ് നിങ്ങളെ ആദ്യത്തെ ഒരു ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയത്. അടുത്തത് എനിക്ക് പൈസ ഒന്നും തരണ്ട. അതിൽ ആ ടോണിക്കുട്ട എന്നുള്ളൊരു സീൻ എനിക്ക് വേണ്ടി ഒന്ന് അഭിനയിച്ച് കാണിക്കോ? നിങ്ങൾ വലിയ ആക്ട്രസും അല്ലേ? എന്ത് പരിപാടിയാ? നമ്മള് കണ്ണും നോക്കിയിരിക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിത് ചെയ്തെന്ന് എനിക്ക് പൈസ തരണ്ട, ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് AC ഫ്രീ ആയിട്ട് തരാം. ഒന്ന് പ്ലീസ്, എനിക്ക് വേണ്ടി. കാര്യം നിങ്ങളുടെ അഭിനയം കാണാൻ വേണ്ടിയാണ്. കാര്യം ഈ സീരിയലൊക്കെ ആ സമയത്ത് കാണാൻ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഒരു കാര്യം വേണമെങ്കിൽ പറയുകയാണ്, ഇതിൽ ലാലേട്ടനായിട്ട് ഹരിക്കുട്ടനും ഇന്നസെന്റ് ചേട്ടനായിട്ട് നമുക്ക് വരതെ ഒന്ന് അഭിനയിച്ച് കാണിക്കാം. ഒരു വെല്ലുവിളി. ഇത് വെല്ലുവിളി തന്നെയാണ്. എന്റെ ഡ്യൂട്ടി ചെയ്യാറായി. അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും. അതിനു മുമ്പൊന്നും മിനിങ്ങണല്ലോ. എന്തൊരു ക്ഷീണം. അതിന് നിങ്ങൾ മമ്മൂട്ടിയുടെ മുറിയിൽ ഒരു കമ്പനി കൂടിയില്ലേ? അയ്യേ, അങ്ങോരുടെ കൂടെ കമ്പനി കൂടിയിട്ട് എന്താ കാര്യം? ഇത് വല്ലതും അവിടെ കിട്ടുമോ? കമ്പനി കൂടണമെങ്കിൽ നെടുമുടിയുടെ കൂടെ കൂടണം. ആ കൊട്ടും പാട്ടും പാട്ടും കൊട്ടും കൊട്ടുപടിയും. ഓ, പിന്നെ ഇതൊരു ബാറല്ലായിരുന്നു. പിന്നെ അയാൾ ഒരെണ്ണടിക്കുന്നു, ഞാൻ ഒരെണ്ണടിക്കുന്നു. ആ തൃശ്ശൂരിൽ നിന്നുള്ളത് എടുത്ത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. ഒറ്റ വിചാരേ ഉള്ളൂ. റിയക്ഷൻ അല്ലേ? നിർത്ത്. ജം 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 ജം. ഇനി ടോണി ഓടാ. ഉപദേശിക്കില്ല, നിങ്ങൾ ഉപദേശിക്കണ്ട കേട്ടാ. ഒഴിച്ചോ, നന്നായിട്ട് നിറഞ്ഞു കിടക്കട്ടെ. ഒഴിച്ചോ 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 ഒഴിച്ചോ. വെള്ളം വേണോ? വെള്ളം വേണ്ട, വെള്ളം നമുക്ക് പിന്നെ കഴിക്കാം. സമയമുണ്ട്, ഞാൻ പറയാപ്പോ. ഏഴാമ്പി ഞാനൊരു പാട്ട് പാടട്ടെ? ഞാനൊരു പാട്ട് പാടുന്നു. നാടാനൊരു പാട്ട് പാടാൻ പോവാണ്. അഴകാന നീലി വരും, പരുപോലെ ഓടി വരും, കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട. ഇന്നെങ്കിൽ നാളെ വരും, നാളെങ്കിൽ മറ്റന്നാൾ വരൂ, എന്നെങ്കിലും എപ്പോഴും വരൂ ടോണിക്കുട്ട. ഇന്ന് വരും ടോണിക്കുട്ട. രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഫസ്റ്റ് AC ഞാൻ ഫ്രീ ആക്കി തരും. ഇനിയിപ്പോ അതിലുള്ള ആൾക്കാരൊക്കെ അവിടെ പോകുന്നു. ടോണിക്കുട്ടാ, കൊച്ചേട്ടനെ എത്തിട്ടാ. കുറെ ആൾക്കാർ എല്ലാവരും ഓർക്കും ബോംബ് സ്ക്വാഡ് വല്ലതും ആയിരിക്കുന്നു. പാവം അന്തനാട്ടോ. ഇവിടെ താനൊക്കെ ഇവിടെ ആളുണ്ടോ? നമുക്ക് വലിയ ശല്യം. ഞാൻ അപ്പുറം എങ്ങനെ പോകും? ആയെങ്കിൽ ഇപ്പുറം പോകണേന് ഒരു അപ്പുറം പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വണ്ടിയിലെ മാന്യയാത്രക്കാരെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. എന്താണ് എനിക്ക് വിശപ്പില്ലായിരുന്നു? വെസ്പിലായിട്ടില്ല, ഈ വയർ മൊത്തം ഗ്യാസാ. ഗ്യാസാണെ കളയണ്ട. ഇപ്പൊ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാ. അയ്യോ, ആ ഗ്യാസൊക്കെ പിടിച്ചു വെച്ചാൽ നല്ല ഡിമാൻഡാ. ഈ ഗ്യാസ് പിടിച്ചു വെച്ചാൽ മാനം പോവും. അത് ശരി. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ ടോയ്ലറ്റ്, അവിടെ പോയി കർത്തവ്യം നിർവഹിക്കും. അയ്യോ, അതല്ല പറഞ്ഞേ, ഞാൻ എന്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ്. പാട്ടുകാരനാ? തരൂ. ഉദാരമായ സംഭാവന തരുമ്പോൾ പരിപാടി ഗംഭീരമാകും. ഇതെന്താ കൈ നീട്ടുന്നു? ഇതെന്താ കൈ നീട്ടുന്നു? പൈസ തന്നെ, ഞാൻ പാട്ട് പാടാമെങ്കിൽ പൈസ തന്നെ. പൈസ നേരത്തെ കൊടുത്തു അങ്ങ് പൊക്കോളുമായിരിക്കും. എന്നാ കൊണ്ടുപോക്കൂ. സോഡക്കുപ്പിയുടെ അടപ്പോ? അടപ്പല്ല, അത് 5 രൂപയുടെ തൊട്ടാ. കൈ പുറത്തേക്കൊന്നും ഇടല്ലേ, കൈ അറ്റു പോവും. ബീവറേജ് പോലെ ഉണ്ട്. അല്ലാണ്ട് ഇതെന്തോന്ന് പരിപാടി? പാട്ട് പാടിയിട്ടല്ലേ പൈസ തരാറ്? അത് ഞാൻ പ്ലാൻ അങ്ങ് മാറ്റി. ഇവിടെ കുറെ വൃത്തികെട്ടന്മാരുണ്ടെന്നേ. എന്റെ നല്ല ശ്രുതിയിലും താളത്തിലുള്ള പാട്ടൊക്കെ കേട്ട് കാലിന് മുകളിൽ കാലും കയറ്റി വെച്ച് ബബിൾക്കൊക്കെ തിന്നേച്ച് ശരത്തിന്റെ വീട്ട് മോനെ കൊള്ളാട്ടോ എന്ന് പറഞ്ഞേച്ച് 5 പൈസ പോലും തരാതെ മരം ഇറങ്ങിപ്പോ. അതുകൊണ്ട് ഞാൻ പ്ലാൻ അങ്ങോട്ട് മാറ്റി. ഇപ്പൊ ഒരു കാര്യമുണ്ട്, അവരെന്തായാലും പൈസ ഇത് പാടി കഴിഞ്ഞിട്ട് തരുള്ളൂ. പാട്ട് പാടെങ്കിൽ ഇവിടെ പാട്ട് പാടും. ഇങ്ങോട്ട് വാ. അപ്പൊ പാട്ട് പാടാതെ പൈസ തരില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഓഡിയൻസ് ചോയ്സിന് വിട്ടേക്കാം. ഇങ്ങോട്ട് മാറിയെന്ന് പാടിക്കോ. ആണോ? എവിടെയാ? അല്ലെങ്കിൽ അവർക്ക് കൈവാങ്ങി നിൽക്കണ്ട. ചേട്ടാ, ഈ 7 പിടിച്ചേ. തോളിയിലെ എന്റെ ദൈവമേ, അതിന് പാടിയ തല പൊട്ടി തെറിച്ചു പോയി. തുളിയിലെ ജനാർദ്ദനം പാടണല്ലേ? തുളിയിലെ പാടവന്ത മാനത്ത് നീ വിളക്ക്, താഴിയിലെ കണ്ണെടുത്ത അത്ഭുതമാണ് മുത്ത്, ഒട്ടുമേലെ. ഒട്ടുമേലെങ്കിൽ അപ്പുറങ്ങാനും പോയി കിടക്ക്. അയ്യോ, ഒട്ടുമേലെന്നല്ല പറഞ്ഞേ, തൊട്ടുമേലെ
മുത്തുമാല മാറ്റിയിട്ട് ഒരു സ്വർണത്തിന്റെ മാല മേടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ പിരിവിന് ഇറങ്ങിയിരിക്കുന്നത്. പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഉദാരമായ സംഭാവനകൾ തന്ന് ഈ വലിയ കലാകാരനെ ഒന്ന് നന്നാക്കി എന്തെങ്കിലുമൊക്കെ തന്ന് സ്വന്തം തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ട്രെയിനകത്ത് കയറിക്കോളും. ഇവിടെ അവിടെ ഇല്ല, ആരില്ല, ആരുമില്ല ഇവിടെ. ആരില്ലെങ്കിലും സംഭാവന തന്നൂടെ? അതൊക്കെ ഇവിടെ തന്നെ തന്നു. ആ അത് കുഴപ്പമില്ലല്ലോ. ഒരു ലേഡീസിന്റെ സുഖം ഉണ്ടല്ലോ. ഇത് ഒന്നുകൂടെ ഇട്ട് തിരിച്ചിട്ടേ. അയ്യോ ഇട്ട്. അയ്യോ ഇത് മറ്റേ പിള്ളേരല്ലേ? ആര്? സീരിയലില് ഏത്? ഇല്ല ഫ്രോഡല്ല, തങ്കപ്പനാ. തങ്കപ്പൻ. എടോ അതല്ല, തനിക്ക് കണ്ണ് കാണത്തില്ലോ. പിന്നെ സത്യത്തിൽ നീ കണ്ണ് കാണാൻ സാറേ. ഇവിടെ തനിക്ക് കണ്ണ് കാണത്തില്ല. താനെങ്ങനെ ഇത് സീരിയലിലെ ആൾക്കാരാന്ന് പറഞ്ഞു? അയ്യോ ഇത് സെലിബ്രിറ്റി കണ്ണാ. ഈ കണ്ണും കൊണ്ടൊക്കെ സെലിബ്രിറ്റികളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. താൻ വിളച്ചെടുക്കുക, തന്റെ ഈ കണ്ണ് കാണാം അല്ലേ? തട്ടിപ്പാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ വല്ലാത്ത തട്ടിപ്പാണ്. അല്ല സാറേ, സത്യത്തിൽ എന്റെ ഈ കണ്ണ് ഒരെണ്ണം കാണാൻ പാടില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നേരം എടുത്തപ്പോ ഈ കണ്ണാണോ അതോ ഈ കണ്ണാണോ കംപ്ലൈന്റ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്തു, കണ്ണിന് ഈഗോ അടിക്കാതിരിക്കാൻ വേണ്ടി 2 കണ്ണും അടച്ചോണ്ട് പോകുന്നു. ഇത് ശരിയല്ല. വല്ലാത്ത ചതിയായി പോയി. കാരണം നമ്മളുടെ അടുത്ത് നിന്നൊക്കെ പൈസ വാങ്ങിച്ച് ചതിക്കുന്നതും പോരാ, പാട്ടെങ്കിലും മര്യാദയ്ക്ക് പാടിയിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതല്ല നിങ്ങൾ അങ്ങനെ പിടിച്ച് വലിക്കരുത്. അതന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ. നിങ്ങൾ പാടും നന്നായിട്ട് അടിപൊളിയായിട്ട്. നമ്മള് ഞാൻ പാടുന്ന പോലെ അടിപൊളിയായിട്ടൊരു പാട്ട് പാടിയാ നമ്മളൊക്കെ അഭിനയിക്കുന്ന ഫീമെയിൽ ആക്ഷൻ വേഷേ. നമ്മളൊക്കെ അഭിനയിക്കുന്നത് പാട്ട് പാട്ടൊന്നും നമ്മള് അതാണ്. താന്ന് മിണ്ടാന്നെ. അവര് നന്നായിട്ട് പാടും, ഞാൻ കേട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും നന്നായിട്ട് പാടും. പാടൂ. കേൾക്കണം. എന്നാ നിങ്ങളൊന്ന് പാടും. നിങ്ങൾ പാടിക്കോ. ഫസ്റ്റ് AC ഞാൻ ഫ്രീ ആക്കി തരും. നന്നായിട്ട് പാടണം. ട്രെയിൻ മുഴുവൻ നമുക്ക് എഴുതി തരുമല്ലോ. ശല്യം അങ്ങ് തീരട്ടെ, പാടിയേക്കാം. പാടി ഒരു നല്ല പാട്ട് കേട്ട് പഠിക്കണു. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. സൂപ്പർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൂടെ കൂടുവാണെങ്കിൽ ഇപ്പൊ കൂടുന്നേക്കാളും നല്ല ഉഗ്രം പേയ്മെന്റ് മേടിച്ചു തരാം. അങ്ങനെ കളിയാക്കോണം ഇറങ്ങി. ഇയാളുള്ള ഒരു പിച്ചക്കാരോട് സംസാരിക്കണേ. അത് ശരി. പറ്റിച്ചതും പോരാ, അത് കൊള്ളാം. ഗസ്റ്റുകൾ ഇറങ്ങി അല്ലേ പോലീസ്? ചേട്ടൻ പോകട്ടോ. പൊക്കോ. കള്ളനെ സൂക്ഷിച്ച് അവൻ കൈയിട്ട് വരും. ഞാൻ പോലീസിനെ വിളിക്കും പറഞ്ഞേക്കാം. എന്നാ ഞാൻ കള്ളനെ വിളിക്കും. വന്ന് സോറി കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല പാട്ടായിരുന്നു കേട്ടോ. അയാളുടെ അല്ലല്ല നിങ്ങളുടെ. താങ്ക് യു. നമ്മൾ സാധാരണ നമ്മളെയൊക്കെ അമ്മമാര് പ്രസവിച്ച് 8-9 മാസം കൂടുമ്പോഴാണ് ആ ഡേറ്റ് ഡോക്ടർ കറക്റ്റ് ആയിട്ട് പറയും, ഇന്ന ഡേറ്റ് പ്രസവിക്കുന്നു പറയും. പക്ഷേ സീരിയലിൽ നായികമാർ പ്രസവിക്കുന്നത് ഡയറക്ടർമാർ പറയണം. അത് 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമൊക്കെ എടുക്കും. ഈ 3 വർഷമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓഫർ, അങ്ങനെ ഒരു വേഷം വന്നിട്ടുണ്ടോ? അങ്ങനെ ഓഫർ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഉള്ളത്. കാരണം നമ്മളുടെ സീരിയലിൽ ഞാൻ പ്രഗ്നന്റ് അല്ല, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രഗ്നന്റും അല്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, വെറുതെ കല്യാണമാണ്, കൺഗ്രാറ്റുലേഷൻസ്, നമുക്കൊക്കെ സന്തോഷമാണ്, പക്ഷെ ഈ സീരിയല് കഴിയുന്നവരെ അങ്ങനെ ഒരു സംഭവം വരരുത്. സാധാരണ പ്രൊഡ്യൂസർ പറയാറുള്ളത് 2 വർഷം കഴിഞ്ഞ് അത്രയും നാള് നമ്മള് പ്രഗ്നൻസി ഇത് വയറൊക്കെ വെച്ച് കിട്ടി നടക്കേണ്ട ഒരു ഇതൊക്കെയല്ലേ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. നന്നായി നല്ല റേറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ഉത്തരവാദിത്തം ആ പ്രൊഡ്യൂസർ ഉണ്ടായി. അത് നമ്മൾക്ക് എല്ലാവർക്കും ബിസിനസ് അല്ലേ. അമലയുടെ അതേ ചായ, അമലയുടെ അതേ ചായ. അമലയുടെ അതേ ചായ അല്ല, അത് അമലയാണ്. സീരിയലുള്ളതാ പിന്നെ? അയ്യോ ഞാൻ വലിയൊരു ആരാധകരാണ്ടാ. ഒരു ചായ കുടിക്കും, ചായ ഫ്രീ ആണ്, ഫ്രീ ആണ്, കുടിക്കോ. കാണാറുണ്ട്, എല്ലാ സീരിയലും കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഫാൻസ് സമ്മതിച്ചു. ഇതാരാ? ഇത് നമ്മളുടെ സീരിയലിലെ വില്ലൻ എൻ്റെ ഹസ്ബൻഡാണ്. ഒരു ചായ പോയേ, ഒരു ചായ പോയേ, ഒരു ചായ പോയേ. വില്ലനാന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല ഇതിപ്പോ ചോദിച്ചപ്പോ ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് എനിക്ക് സ്ഥിരമുള്ളത് തന്നെയാണ്. പലപ്പോഴും എനിക്ക് ഒരു പ്രാവശ്യം ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ചേച്ചി, ഒരു വയസ്സായ ഒരു അമ്മച്ചി വന്ന് എന്റെ പുറത്തിട്ട് അടിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണിനെ വെറുതെ വിട്ടോണം, അല്ല നിന്നെ ഞാൻ അടിച്ചു കൊല്ലുന്നു. കേട്ടുള്ളത്. അതുകൊണ്ട് കല്യാണത്തിന്റെ സമയത്ത് ഭയങ്കര എതിർപ്പായിരുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരും പെണ്ണു കൊടുക്കും. സത്യാവസ്ഥ പറഞ്ഞ കേട്ടോ. അങ്ങനെയല്ല, സീരിയൽ ഏതായാലും നിങ്ങൾ ടിക്കറ്റ് ഞാൻ പറയാം. തൃശ്ശൂർ ടിക്കറ്റ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. സീരിയലുള്ളതല്ലേ? എവിടുന്ന് കയറി? ഞങ്ങള് കണ്ണൂരിൽ നിന്ന് കയറി. ആണല്ലേ?
ടിക്കറ്റ് ടിക്കറ്റ് അയാൾ കൊടുത്തിട്ടുണ്ട് ആ ടി ടിന്ന്. ഇയാളുടെ കയ്യിലാ? ടി ടി ഇവനാ? ദാ, ഇരിക്കണോ? ഇവൻ ടി ടി ആന്നാ? നീ ഈ ട്രെയിനകത്തും കയറി അല്ലേ? എല്ലാ ട്രെയിനകത്തും കയറി ടി ടി ആന്ന് പറഞ്ഞ് കയറിയിട്ട് ആൾക്കാരെ ഒന്ന് ടിക്കറ്റ് മേടിക്കുക, പൈസ മേടിക്കുക, അവരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കുക. നിങ്ങളെ പൈസ വല്ലതും മേടിച്ചാ? ഇല്ല പൈസ ഒന്നും വാങ്ങിച്ചില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് കണ്ണും കണ്ണൊക്കെ നോക്കിയിരിപ്പിച്ചു. പാട്ടൊക്കെ പാടിപ്പിച്ചു. പാട്ടോട് ഫോട്ടോ വല്ലതും എടുത്തോ? ഇല്ല ഫോട്ടോ എടുത്തില്ല. പൈസ മേടിച്ചില്ല? പൈസ മേടിച്ചില്ല. ആ പൈസ മാത്രം അവൻ മേടിച്ചില്ല. അത് ഉപകാരം. ഇനി മേലെ ഒരു ട്രെയിനിൽ നിന്നെ ഈ കൊല്ലത്തിൽ കണ്ടുവരുത്. ഇപ്പൊ ഞാൻ വിടാൻ പോലുള്ള പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് ബാക്കി കാര്യം അവിടെ നിൽക്കും. പോലീസിനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല സാറേ. പോലീസുകാർക്ക് ഏൽപ്പിക്കാനുള്ളതല്ല ഞാൻ കറക്റ്റ് ആയിട്ട് അങ്ങ് ഏൽപ്പിച്ചു. പോലീസിനെ ഏൽപ്പിക്കാനുള്ള കറക്റ്റ് ആയിട്ട് ഏൽപ്പിച്ചു. പിന്നെ 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 പക്ഷെ നീ എനിക്ക് തരാനുള്ള കൃത്യമായിട്ട് തന്നില്ലല്ലോ. അയ്യോ അത് ഞാൻ മറന്നുപോയി. ഇതൊക്കെ നേരത്തെ പറയണ്ടേ എന്റെ പൊന്നോ. എന്നാ സാറേ പിടിച്ചു. ഇപ്പൊ ഓക്കെ. ഇതെന്താ എന്താ സാറേ ഇത്? ഇവിടെ ഇങ്ങനാണ് ഭായി.